المدرسة الربانية كونوا ربانيين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയോടെയും ക്രമത്തോടെയും ചിട്ടയോടെയും ജീവിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പാപങ്ങളുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം വ്യത്യസ്ത ഇനങ്ങളായി പാപങ്ങൾ വേർതിരിക്കുകയാണ്. ചെയ്യുന്ന പാപത്തിൻ്റെ കുഴപ്പങ്ങൾ, അതിൻ്റെ മഫ്സദത്തുകൾ പരിഗണിച്ചുകൊണ്ട് പാപങ്ങളെ വ്യത്യസ്തങ്ങളായി തിരിക്കാം എന്ന് ശേഖ് അവറുകൾ പറഞ്ഞു. മൊത്തത്തിൽ കൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുക, അതേപോലെ തന്നെ നിരോധിച്ചിരിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുക, ഈ രണ്ട് കാര്യങ്ങളാണ് പാപങ്ങളെന്ന് പറയുന്നത്. ഇവ രണ്ടും ബാഹ്യമായി ചെയ്യുന്നവകളുമുണ്ട്, ആന്തരികമായി ചെയ്യുന്നവകളുമുണ്ട്. ഹൃദയം കൊണ്ട് ചെയ്യുന്നതുമുണ്ട് ഈ പറയുന്ന പാപങ്ങൾ, അതേപോലെ തന്നെ മറ്റുള്ള അവയവങ്ങൾ കൊണ്ട്, ബാഹ്യാവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന പാപങ്ങളുമുണ്ട്. അതിനുശേഷം ഇമാം അവറുകൾ അവസാനമായി നാം പറഞ്ഞു നിർത്തിയത്, ഏത് പാപമാകട്ടെ അതിനെ 4 ഗണങ്ങളായി വേർതിരിക്കാം എന്നാണ് പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ ഗണത്തെ സംബന്ധിച്ചാണ് നാം സംസാരിച്ച് നിർത്തിയത്, മലക്കീയത്തായ പാപങ്ങൾ. മലക്കീയത്തായ പാപങ്ങൾ എന്താണെന്ന് കഴിഞ്ഞ ദർസിൽ ഞാൻ സൂചിപ്പിച്ചു. അതായത് ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റുബൂബിയ്യത്തിൻ്റെ, അവൻ്റെ ആധിപത്യത്തിൻ്റെ സിഫാത്തുകൾ എന്ത് ചെയ്യുക, സ്വയം എടുത്ത് അണിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കിബർ പോലെ, അഹങ്കാരം, ഇങ്ങനെയുള്ള, അതല്ലെങ്കിൽ അടിമകളെ, അള്ളാഹുവിൻ്റെ അടിമകളെ, സൃഷ്ടികളെ അടിമകളാക്കി വയ്ക്കുക, അള്ളാഹുവിന് യോജിച്ചതായ സിഫാത്തുകൾ സ്വയം തനിക്കുണ്ട് എന്നുള്ളതായ ധാരണ വെച്ച് പുലർത്തുക, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായിരിക്കുന്ന അവകാശങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ, അള്ളാഹുവിന് പ്രത്യേകമായ അവകാശമാണ് അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്, ഇത് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കുക. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സിഫാത്തുകൾ ഇത് വേറെ ഏതെങ്കിലും സൃഷ്ടികൾക്ക് സങ്കല്പിച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള ഷിർക്കും എന്ത് ചെയ്യും, ഈ മലക്കീയത്തായ പാപങ്ങളിൽപ്പെടും. പാപങ്ങളുടെ ഗണത്തിൽ ഏറ്റവും ഗുരുതരമായത് ഈ പറയുന്ന പാപമാണ്. ഇതാണ് ഒന്നാമത്തെ ഇനമായിട്ട് നാം വിശദീകരിച്ചത്. രണ്ടാമത്തെ ഇനം അശ്ശൈത്വാനിയ്യ, അതാണ്. ഇമാം അവറുകൾ പറയുന്നു, വ അമ്മ ശൈത്വാനിയ്യത്തു, ശൈത്വാനിയ്യാത്തായ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ഫതശബ്ബുഹു ബിശ്ശൈത്വാനി, ഷൈത്വാനിനോട് സാദൃശ്യമാവുക എന്നുള്ളതാണ്. ഏതെല്ലാം കാര്യത്തിലാണ്? ഫിൽ ഹസദി വൽ ബഗ്യി വൽ ഗിശ്ശി വൽ ഗില്ലി വൽ ഖിദാഇ വൽ മക്രി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ വെക്കുക, ഇത് ഷൈത്വാനിൻ്റെ സ്വഭാവമാണ്. അതല്ലെങ്കിൽ പക വച്ച് പുലർത്തുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സൃഷ്ടികൾ തമ്മിൽ പകയുണ്ടാവുക, വഞ്ചന, വിദ്വേഷം, കുതന്ത്രങ്ങൾ പ്രയോഗിക്കുക, ചതി, ഇതെല്ലാം ഷൈത്വാനിൻ്റെ ഗുണങ്ങളിൽപ്പെട്ടതാണ്, ഷൈത്വാനിൻ്റെ സവിശേഷതകളാണ്. ഇതുപോലുള്ളതായ പാപങ്ങൾക്കാണ് ഷൈത്വാനിയത്തായ പാപങ്ങൾ എന്ന് പറയുന്നത്. അതിലേറ്റവും ഗുരുതരമായത് വൽ അംരി ബിമആസില്ലാഹി വ തഹ്സീനിഹ, അള്ളാഹുവിനെ ധിക്കരിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുക, പാപങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുക, അതിനുവേണ്ടി കൽപ്പന കൊടുക്കുക.
പാപങ്ങളെ അലങ്കൃതമായിട്ട് അതിനെ അഴകാക്കി മാറ്റുക, അതല്ലെങ്കിൽ പാപങ്ങളെ ആളുകൾ എന്ത് ചെയ്യുക, അതിലേക്ക് പ്രേരിപ്പിക്കുക, പാപങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങളെ പ്രേരിപ്പിക്കുകയും കൽപ്പിക്കുകയും അത് നല്ലതാണ് എന്നുള്ള തോന്നൽ ജനങ്ങൾക്ക് ഉണ്ടാക്കുകയും ചെയ്യുക. അതേപോലെ അള്ളാഹുവിനെ അനുസരിക്കുന്നതിനെ തൊട്ട് ജനങ്ങളെ തടഞ്ഞു നിർത്തുക, അതല്ലെങ്കിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നതിനോട് ദേഷ്യമുണ്ടാക്കുക, അനുസരണത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ വെറുപ്പുണ്ടാവുക മനസ്സിൽ, അതിനോടൊരു വൈമനസ്യം പ്രകടിപ്പിക്കുക, വെറുപ്പ് പ്രകടിപ്പിക്കുക, അതിനോട് കോപമുണ്ടാക്കി തീർക്കുക. ഇതെല്ലാം ഷൈത്വാനിന്റെ പ്രത്യേകമായ വിശേഷണങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ വൽ ഇബ്തിദാഇ ഫീ ദീനി, അള്ളാഹുവിന്റെ ദീനിൽ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ പഠിപ്പിക്കാത്ത വിശ്വാസങ്ങളോ കർമ്മങ്ങളോ ആചാരങ്ങളോ ദീനായിട്ട് എന്ത് ചെയ്യുക, പുതുതായിട്ട് അതിലേക്ക് ബിദ്അത്തുകൾ കൊണ്ട് ചേർക്കുക. വദ്ദഅവതി ഇലൽ ബിദ്അഇ വദ്ദലാൽ, അങ്ങനെയുള്ള ആശയങ്ങളിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക, വഴിപഴച്ച ആദർശങ്ങളിലേക്ക് സംഘങ്ങളിലേക്ക് ആളുകളെ കൂട്ടാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ഇതെല്ലാം ഷൈത്വാനിന്റെ ഗുണങ്ങളിൽപ്പെട്ടതാണ്. അപ്പൊ ഈ പറയുന്ന ഏതെങ്കിലും ഗുണങ്ങൾ ഏതെങ്കിലും മനുഷ്യനിലുണ്ടെങ്കിൽ അവനെന്താണ്? അവനും ഷൈത്വാനാണ്. ഷൈത്വാൻ ജിന്നുകളുടെ കൂട്ടത്തിലുണ്ട്, അതേപോലെ തന്നെ മനുഷ്യരുടെ കൂട്ടത്തിലും ഷൈത്വാനുണ്ട്. മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നുകളിലും മനുഷ്യന്മാരിലും പെട്ട ഷൈത്വാന്മാരിൽ നിന്ന് രക്ഷ ചോദിക്കാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പറയപ്പെടുന്ന സ്വഭാവങ്ങളാണ്, ഇതാണ് ഷൈത്വാനിന്റെ പണി. ഇങ്ങനെയുള്ള ഏതെങ്കിലും പണികൾ ഏതെങ്കിലും മനുഷ്യന്മാർക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ള പാപങ്ങൾക്ക് എന്തെന്ന് പറയും? ഷൈത്വാനീയത്തായ പാപങ്ങൾ എന്ന് പറയും. അസൂയ ഉണ്ടാവുക, അസൂയ ഉണ്ടാകുക എന്നുള്ള ഷൈത്വാനിന്റെ പണിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും ഒരാൾക്കൊരു അനുഗ്രഹം കൊടുത്തു, അത് അള്ളാഹുവാണ് കൊടുത്തത്, അതിൽ നമ്മൾ എന്ത് ചെയ്യുക? സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. അള്ളാഹു കൊടുത്തതല്ലേ അവന്. നേരെ മറിച്ച് അത് നീങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുക, ഇത് ഷൈത്വാനിന്റെ സ്വഭാവമാണ്. അള്ളാഹു ഒരാൾക്കൊരു അനുഗ്രഹം കൊടുക്കുന്നത് ഒന്നുകിൽ അവനോട് ഇഷ്ടമുണ്ടായിട്ടായിരിക്കും. അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെട്ട അയാളോട് നമുക്ക് വെറുപ്പുണ്ടാവുക എന്നുള്ളത് പാടുള്ള കാര്യമാണോ? ഒരിക്കലും പാടില്ല. അള്ളാഹു അവനക്ക് ഇഷ്ടപ്പെട്ട് കൊടുത്തതാണ്. നല്ല പഠിക്കാനുള്ള കഴിവുണ്ട്, ഹിഫ്ള് ചെയ്യാൻ നല്ല കൂർമ്മ ബുദ്ധിയുണ്ട്, അതിനോട് അസൂയ വയ്ക്കുകയും അത് ഇല്ലാതെയായി പോകാൻ വേണ്ടിയിട്ട് മനസ്സിലാഗ്രഹിക്കുകയും ചെയ്യുക. ഇതൊരാൾക്ക് അള്ളാഹു കൊടുക്കുന്നതാണ്, അവൻ ഇഷ്ടമുണ്ടായിട്ട് കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ ഇഷ്ടമുണ്ടായിട്ട് കൊടുക്കുന്നതിന് നമ്മളെങ്ങനെ വെറുക്കണേ? അതല്ല എങ്കിൽ അള്ളാഹു ചിലപ്പോൾ അവനെ നശിപ്പിക്കാനായിരിക്കും അത് കൊടുക്കണേ. ചില ആളുകൾ ചിലപ്പോൾ സമ്പത്ത് വാരി കൊടുക്കും, അതിൽ സ്ഥാനമാനങ്ങൾ കൊടുക്കും, വലിയ സൗകര്യങ്ങൾ കൊടുക്കും. ഇത് അവനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നാശത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സബബായിരിക്കാം. ചിലപ്പോൾ അള്ളാഹു നശിപ്പിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ആളുകളോട് നാം അസൂയ വെച്ച് പുലർത്തിയിട്ട് എന്ത് കാര്യമുണ്ട്? അതിന് യാതൊരു കാര്യമില്ല. അപ്പോൾ അസൂയ ഒരാളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അത് മനസ്സിനെ, നമ്മുടെ സ്വയം മനസ്സിനെ എന്ത് ചെയ്യും? വികൃതമാക്കി തീർക്കും, മനസ്സിനെ അസ്വസ്ഥമാക്കി തീർക്കും, സന്തോഷം കെടുത്തിക്കളയും. അപ്പൊ ഇത് ഷൈത്വാനിന്റെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ പക വയ്ക്കുക, ആളുകളെ ചതിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക, വഞ്ചന നടത്തുക, കുതന്ത്രങ്ങൾ പ്രയോഗിക്കുക, നന്മകൾ കൽപ്പിക്കാതെ തിന്മകൾ എന്ത് ചെയ്യുക? പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം സമൂഹത്തിൽ വളരെ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില കാര്യങ്ങളുടെ തിന്മകൾ എന്താണെന്ന് പലർക്കും വ്യക്തമാവൂല. ഇപ്പൊ നടന്ന ഫുട്ബോൾ ലോകകപ്പുമായി ബന്ധപ്പെട്ട് പല ആളുകളും അതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അവരെ വളരെ മോശപ്പെട്ട് അവർക്കെതിരെ പ്രചരണങ്ങൾ നടത്തുകയും അതിനെ പഴഞ്ചനെന്ന് പറയുകയും ആധുനിക ലോകത്തല്ലേ നിങ്ങൾ ജീവിക്കുന്നത് എന്നൊക്കെ എന്നുള്ള നിലയിൽ ആളുകളെ കുറ്റപ്പെടുത്തുന്നത് കണ്ടു. യഥാർത്ഥത്തിൽ ഇത് മുഖേന എത്രയോ അധികം തിന്മകളാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ പരസ്യമായ സപ്പോർട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ പിന്നിൽ നടക്കുന്ന ആ തിന്മകളും നമ്മൾ എന്ത് ചെയ്യാണ്? അറിയാതെ അതിൽ പെട്ടുപോവുകയാണ്. ഇപ്പൊ കേരളത്തിൽ ഇന്നലെ വന്ന വാർത്തയാണ്, ലോകകപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ട് ആ ദിവസം കേരളത്തിൽ 20 കോടിയുടെ അധികം ആണ് എന്ത് ചെയ്തത്? മദ്യവിൽപ്പന ഉണ്ടായത്. 20 കോടിയുടെ അധികം മദ്യവിൽപ്പനയാണ് ആ ദിവസം ഫൈനൽ നടന്ന ദിവസം ഉണ്ടായത്. അതിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോയിരിക്കുന്നത് മുസ്ലിമീങ്ങളെ തിങ്ങിപ്പാർക്കുന്ന തിരൂരാണ്. അതിനുശേഷം വയനാട്, അവിടെയും മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ചില പ്രദേശങ്ങളാണ്. അപ്പോൾ ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പരസ്യമായിട്ട് അതിൻ്റെ പേരിൽ കട്ടൗട്ടുകൾ വയ്ക്കുന്നു, അതിനു വേണ്ടിയിട്ട് വലിയ ബിഗ് സ്ക്രീനുകൾ സ്ഥാപിക്കുന്നു, അതിനു വേണ്ടിയിട്ട് ഇത് ഒരു ആഘോഷമാക്കി മാറ്റുകയാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം ശക്തമായിട്ട് വിലക്കിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഒരു തിന്മ ചെയ്യുന്നുണ്ട് എങ്കിൽ, ഒരു സദസ്സിൽ തിന്മയുണ്ട് എങ്കിൽ ആ സദസ്സിൽ ഇരിക്കാൻ പാടില്ല. നമ്മളാ തിന്മ ചെയ്യുന്നില്ല എങ്കിലും ആ സദസ്സിൽ പങ്കെടുക്കുന്നത് തന്നെ വലിയ പാപമാണ്. അവിടേക്ക് അള്ളാഹുവിന്റെ അദാബ് എന്ത് ചെയ്തേക്കാം, ഇറങ്ങിയേക്കാം. ഒരു പക്ഷേ ഷൈത്വാൻ വരെ എന്ത് ചെയ്യൂല എന്നാണ്, അങ്ങനെ തിന്മ നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ഷൈത്വാൻ ഓടിപ്പോകുന്നതാണ്. കുഫറും ഷിർക്കും തിന്മകളും നടക്കുന്ന സ്ഥലങ്ങളിൽ ആ ആളുകളോട് കൂടാൻ ഷൈത്വാനിന് പേടിയായിരിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പല സ്ഥലത്ത് പറയുന്നുണ്ട്. കമസലി ഷൈത്വാൻ ഇദ് ഖാല ലിൽ ഇൻസാനി ക്ഫുർ ഫലമ്മാ കഫറ ഖാല ഇന്നി ബരീഉം മിൻകും, അങ്ങനെയാണോ, ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. ആളുകളോട് ഇങ്ങനെ തിന്മ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും ഷൈത്വാൻ. തിന്മ ചെയ്യേ, കുഫ്ർ ചെയ്യേ, ഷിർക്ക് ചെയ്യേ. എന്നിട്ട് ഇവൻ ഷിർക്ക് ചെയ്താലോ കുഫ്ർ ചെയ്താലോ ഷൈത്വാൻ പറയും അന ബരീഉം മിൻകും, ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ്, ഈ നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിശാച് വരെയും കുഫറിൽ നിന്നും കുഫാറുകളിൽ നിന്നും ബറാഅത്ത് പറയുന്ന ആൾക്കാരാണ്. കുഫറിനോട് ബറാഅത്ത് പറഞ്ഞ ആളാണ് ഷൈത്വാൻ വരെയും. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഷൈത്വാൻ പറയാണ് ഞാൻ റബ്ബുൽ ആലമീൻ അള്ളാഹുവിനെ പേടിക്കുന്നു. നിങ്ങളിലേക്ക് ഒരു പക്ഷെ എന്ത് ചെയ്തേക്കാം, അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയേക്കാം, അതുകൊണ്ട് ഇനി നിങ്ങളുടെ അടുക്കൽ ഞാൻ നിൽക്കാനില്ല എന്ന് പറഞ്ഞ് ഷൈത്വാൻ എന്ത് ചെയ്യും, മാറിപ്പോവും. അപ്പൊ ഷൈത്വാൻ വരെയും പേടിയാണ് അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുന്നത്. പക്ഷെ നമുക്കെന്തില്ല, അങ്ങനെയുള്ള തിന്മകളെ അതിനോട് കൂട്ടുകൂടാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും അതിനു വേണ്ടിയിട്ട് പണിയെടുക്കാനും സമ്പത്ത് ചെലവഴിക്കാനും സമയം ചെലവഴിക്കാനും നമുക്ക് യാതൊരു പ്രയാസവുമില്ല. അപ്പോ ഇത് ഷൈത്വാനീയത്തായ എന്താണ് സ്വഭാവങ്ങളിൽപ്പെട്ടതാണ് തിന്മകളെ പ്രോത്സാഹിപ്പിക്കുക, തിന്മകളെ നന്മകളായിട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക. അതിന്റെ ഇടയിൽ ധാരാളം തിന്മകൾ നടക്കുന്നുണ്ടാകാം, ഇത് പാടില്ലാത്ത ഷൈത്വാനീയത്തായ തിന്മകളിൽപ്പെട്ടതാണ്. എന്നിട്ട് ഇമാം അവറുകൾ പറയുകയാണ്, വഹാദ നൗഉ യലിൻ നൗഅൽ അവ്വല ഫിൽ മഫ്സദ. ഒന്നാമത് പറഞ്ഞിരിക്കുന്ന മലക്കിയത്തായ ദുനൂബാണ് ഏറ്റവും ഗുരുതരമായത്. അതുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ, മഫ്സദത്തുകൾ, അതിനോട് ചേർന്ന് നിൽക്കുന്നതാണെന്ത് രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഈ ഷൈത്വാനീയത്തായ ദുനൂബുകളും പാപങ്ങളും. അതിനോട് ഏകദേശം എന്ത് ചെയ്യും, അടുത്ത് നിൽക്കും. അത് എത്ര കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ അതേപോലെ തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇതും. വഇൻ കാനത് മഫ്സദതുഹു ദൂന, അതിന്റെ അത്രയില്ലെങ്കിലും അതിന് കുറച്ച് കുറവാണ് എങ്കിലും അതിലേക്ക് ചേർന്ന് നിൽക്കുന്ന വളരെ ഗുരുതരമായിരിക്കുന്ന പാപമാണ് ഷൈത്വാനിന്റെ ഈ സ്വഭാവങ്ങൾ എന്ത് ചെയ്യുക, സ്വീകരിക്കുക എന്നുള്ളത്. അതിനുശേഷം മൂന്നാമത്തെ ഇനം ഇമാം അവറുകൾ വിശദീകരിക്കുകയാണ്. വ അമ്മ സബുഅയ്യത്തു, അടുത്ത പാപങ്ങളുടെ ഇനം സബുഅയ്യത്താണ്. സബുഅയ്യത്ത് എന്ന് പറഞ്ഞാൽ കാട്ടുമൃഗങ്ങൾ, ആളുകളെ ആക്രമിക്കുന്ന വേട്ടയാടുന്ന തരത്തിലുള്ള വന്യജീവികളുണ്ട്, വന്യമൃഗങ്ങളുണ്ട്. ഇങ്ങനെയുള്ള വന്യമൃഗങ്ങളുടെ സ്വഭാവങ്ങൾ സ്വീകരിക്കുക. ഫദുനൂബുൽ ഉദ്വാൻ, ഇതുപോലെ ആളുകളെ ആക്രമിക്കുക, കടന്ന് ആക്രമിക്കുക മറ്റുള്ളവരെ. അതുപോലെ വല ഗദബ്, കഠിനമായ കോപം ഉണ്ടാവുക. വസഫ്കി ദിമാ, രക്തം ചിന്തുക. വത്തവസ്സുബി അലൽ ദുഅഫാഇ വൽ ആജിസീൻ, അതേപോലെ തന്നെ ബലഹീനരായ ആളുകൾ, അശക്തരായ ആളുകൾ, അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുക, അവരെ അടിച്ചമർത്തുക, കീഴ്പ്പെടുത്തുക. അതെല്ലാം മൃഗങ്ങളുടെ സ്വഭാവം. മൃഗങ്ങൾ എന്ത് ചെയ്യും, അവർക്ക് താഴെ ശേഷിയില്ലാത്ത കഴിവുകേട് ബലഹീനരായ മൃഗങ്ങൾ എന്ത് ചെയ്യും, അത് വേട്ടയാടി പിടിക്കും. അതേപോലെ തന്നെ വയതവല്ലദു മിൻഹാ അൻവാഉ അദൻ നൗഇൽ ഇൻസാനി, ഇതിൽ നിന്ന് ജന്മം കൊള്ളുന്നതാണ് എന്ത്, മനുഷ്യന്മാരുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കുന്ന സ്വഭാവങ്ങൾ, അതിന്റെ വ്യത്യസ്ത ഇനങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ഉപദ്രവം ഉണ്ടാക്കുക, ഇതിൽ നിന്ന് ജന്മം കൊള്ളുന്നതാണ്. വൽ ജർഅത്തി അലൽ ദുൽമി വൽ ഉദ്വാൻ, അക്രമത്തിനും അതേപോലെ തന്നെ ആളുകളോട് കടന്നു കയറുക, ഇങ്ങനെ ഇതിനുള്ള ധൈര്യം ഉണ്ടാവുക, ഇതെല്ലാം ഈ പറയുന്ന സ്വഭാവത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ ഇതാണ് സബുഅയ്യത്തായ പാപങ്ങൾ. ആളുകൾ എന്ത് ചെയ്യുക, കടന്ന് ആക്രമിക്കുക, രക്തം ചിന്തുക, കൊലപാതകങ്ങൾ നടത്തുക, അതേപോലെ തന്നെ കഠിനമായ കോപം ഉണ്ടാവുക, ഇതെല്ലാം ആളുകളെ അടിച്ചമർത്തുക, കീഴ്പ്പെടുത്തുക, അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുക, ഇങ്ങനെയുള്ള പാപങ്ങൾക്കാണ് എന്തെന്ന് പറയുന്നത് സബുഅയ്യത്തായ പാപങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് അമ്മ ദുനൂബുൽ ബഹീമിയ, ബഹീമിയത്താണ്. ബഹീമിയത്ത് എന്ന് പറഞ്ഞാൽ നാൽക്കാലികളുടെ സ്വഭാവം. നാൽക്കാലികളുടെ സ്വഭാവം അതെങ്ങനെയാണ്? ഫമിസ്ലു അശ്ശറഹി വൽ ഹിർസി അലാ ഖളാഇ ശഹ്വത്തിൽ ബത്നി വൽ ഫർജ്. അതായത് മൃഗങ്ങൾക്ക് അവർക്ക് തിന്നണം, കുടിക്കണം,
ഭോഗിക്കണം, ഇതാണ് അവരുടെ ചിന്ത. വേറെ ചിന്തയൊന്നുമില്ല. എങ്ങനെയെങ്കിലും എന്ത് ചെയ്യുക, ഭക്ഷണം കഴിക്കുക, വിശപ്പടക്കുക, അതേപോലെ തന്നെ അവരുടെ ലൈംഗിക ഇച്ഛകൾ തീർക്കുക. അപ്പോ ഇങ്ങനെയുള്ള അവരുടെ വയറിന്റെയും ഗുഹ്യാവയവങ്ങളുടെയും ഷഹവത്തിനെ വീട്ടാൻ വേണ്ടിയിട്ടുള്ള അതിയായ ദുര, ഷറഹ് എന്ന് പറഞ്ഞാൽ ആർത്തിയുടെ അങ്ങേയറ്റത്തിനാണ് ഷറഹ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അത്യാഗ്രഹം, ഇങ്ങനെ സാമ്പത്തികമായിട്ട് ഇതേപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ, പാനീയങ്ങൾ ഉണ്ടാക്കാൻ, അതല്ലെങ്കിൽ ലൈംഗികമായ ഇച്ഛകൾ തീർക്കാൻ വേണ്ടിയിട്ടുള്ള അതിയായ അതിര് കടന്നിരിക്കുന്നതായ ആഗ്രഹങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ളതായ അത്യാഗ്രഹം, ഹിർസ്, ഇതാണ്. വമിൻഹാ യതവല്ലദു സിന, ഇതിൽ നിന്നാണ് സിന ഉണ്ടാകിത്തീരുന്നത്. വസ്സരിഖ, മോഷണം ഇതിൽപ്പെട്ടതാണ്. ആളുകളുടെ സമ്പത്ത് കൊള്ളയടിക്കുക. വഅക്ലു അംവാലിൽ യതാമ, അതേപോലെ അനാഥകരായ ആളുകളുടെ സമ്പത്ത് തിന്നുക, ഭക്ഷിക്കുക. അനാഥരായ മക്കളുണ്ടാകും, അവരുടെ സമ്പത്ത് സംരക്ഷിക്കുക എന്നുള്ളത് അവരുടെ വലിയകളുടെ കർത്തവ്യമാണ്. അവർ ചെറിയ മക്കളാണെങ്കിൽ അവരുടെ സമ്പത്ത് എന്ത് ചെയ്യണം, അത് സംരക്ഷിക്കണം. അവര് മുതിർന്ന് പ്രായപൂർത്തിയായി സ്വയം ശേഷിയുണ്ടാകുന്നത് വരെയും എന്ത് ചെയ്യണം, അവരുടെ സമ്പത്ത് സംരക്ഷിച്ച് അവർക്ക് ഏൽപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എന്നാൽ അതിൽ തട്ടിപ്പ് നടത്തുക, അവരുടെ സമ്പത്ത് എന്ത് ചെയ്യുക, എടുത്ത് ഭക്ഷിക്കാൻ ശ്രമിക്കുക. അതുപോലെ വൽ ബുഖ്ലു വശുഹു എന്തുണ്ടാ, രണ്ടും പിശുക്കാണ്. ബുഖലിനേക്കാൾ കുറച്ചുകൂടി കഠിനമായതാണ് ഷുഹ്. രണ്ടും പിശുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു നന്മയും ചെയ്യാൻ കൂട്ടാക്കാത്ത ആളുകൾ, അതാണ് ഷുഹ് എന്ന് പറയുന്നത്. ബുഖൽ എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ളതായ എന്താണ്, പിശുക്ക് കാണിക്കുക. ഷുഹ് എന്ന് പറയുമ്പോൾ ഒരു രീതിയിലുള്ള നന്മയും എന്ത് ചെയ്യുക ഇല്ല, ചെയ്യാൻ കൂട്ടാക്കുകയില്ല. ഏത് നന്മയെയും പിടിച്ചു വയ്ക്കുക, ഒരു നന്മയും ചെയ്യാതെ പിശുക്കനായി തീരുക. അതുപോലെ വൽ ജുബുൻ എന്ന് പറഞ്ഞാൽ ഭീരുത്വം ഉണ്ടായിത്തീരുക, ഭയമുണ്ടായിത്തീരുക. ശത്രുക്കളെ കണ്ടുമുട്ടുമ്പോഴുണ്ടാകുന്ന കഠിനമായ ഭയം, അതിനാണ് ജുബുൻ എന്ന് പറയുന്നത്. വൽ ഹല എന്ന് പറഞ്ഞാലും കഠിനമായ പേടിക്കാണ് ഹല എന്ന് പറയുന്നത്. വെപ്രാളം കാണിക്കുക, ജസ ഉണ്ടാവുക, മനസ്സിൽ അസ്വസ്ഥതകളും വെപ്രാളങ്ങളും കാണിക്കുക, പേടി ഉണ്ടാവുക. വഗൈറുദാലിക, ഇതുപോലെ ഉള്ളതെല്ലാം എന്താണ്, സാധാരണ നാൽക്കാലികളുടെ പ്രശ്നങ്ങളാണ്. അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വയറ് നിറയ്ക്കുക, അതേപോലെ തന്നെ ഭോഗിക്കുക. ഇതാണ് അവരുടെ പ്രധാനപ്പെട്ട ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പണിയെടുത്തുകൊണ്ട് നടക്കുക. അത് മാത്രം മുന്നിൽ ലക്ഷ്യമായിട്ട് ഇങ്ങനെ ദുനിയാവിന് വേണ്ടിയിട്ട് പാഞ്ഞുകൊണ്ട് നടക്കുക. അവിടെ ഹറാമുകളോ ഹലാലുകളോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല. മൃഗങ്ങൾ അങ്ങനെയാണല്ലോ, അവര് ഭക്ഷണം നോക്കുമ്പോൾ അത് ഹലാലായതാണോ ഹറാമായതാണോ എന്നൊന്നും അവർ പരിഗണിക്കൂല. അവരുടെ മുന്നിൽ കിട്ടണമെല്ലാം എന്ത് ചെയ്യും, അവർ തിന്നും. അതേപോലെ തന്നെ അവരുടെ ലൈംഗിക ദാഹത്തിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, അവരിഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കും. ഇങ്ങനെ പ്രവർത്തിക്കുക, ഇതും എന്താണ്, ബഹീമിയായ ദുനൂബുകളിൽപ്പെട്ടതാണ്. എന്നിട്ട് ഇമാം അവറുകൾ പറയുകയാണ്, അപ്പൊ ഇതാണ് 4 ഒന്ന് മലക്കീയതായത്, ഷൈത്വാനീയത്തായത്, സബഈയത്തായത്, ബഹീമിയത്തായത്. ഏത് തിന്മ മനുഷ്യൻ ചെയ്യുന്ന ഏത് തിന്മയുണ്ടോ ഇതെല്ലാം ഈ 4 ഇനങ്ങളിൽ ഏതെങ്കിലും ഒന്നിലായി പെട്ടതായിരിക്കും. എന്നിട്ട് ഇമാം അവറുകൾ പറയുകയാണ്, ഈ അവസാനം പറഞ്ഞിരിക്കുന്ന ബഹീമിയത്തായ തിന്മ, വഹാദൽ ഖിസ്മു അക്സറു ദുനൂബിൽ ഖൽഖി, സൃഷ്ടികൾ ചെയ്യുന്ന പാപങ്ങളിൽ അധികവും ഈ അവസാനം പറഞ്ഞിരിക്കുന്നതാണ്. കാരണം എന്താണ്, ലിഅജിസിഹിം അനി ദുനൂബി സബഈയത്തി വൽ മലക്കിയ്യ. ആദ്യം പറഞ്ഞ മലക്കീയത്തായതോ ഷൈത്വാനീയത്തായതോ അല്ലെങ്കിൽ സബഈയത്തായതായ പാപങ്ങൾ ചെയ്യാനുള്ള ശേഷി ചിലപ്പോൾ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല, അതിനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടാവില്ല. അപ്പൊ ഇവർ അതിനെ തൊട്ട് അശക്തരാണ് എന്നുള്ളതിനാൽ ഈ അവസാനം പറഞ്ഞിരിക്കുന്ന പാപമാണ് അധികമായിട്ട് ജനങ്ങൾ എന്ത് ചെയ്യുന്നത്. വൽ മലക്കിയ വമിൻഹു യദ്ഖുലൂന ഇലാ സാഇരിൽ അഖ്സാം. എന്നാൽ ഇതിലൂടെ ഒരു മനുഷ്യൻ പ്രവേശിച്ചാൽ പിന്നെന്ത് ചെയ്യുന്നു, ഇതിലൂടെ മറ്റുള്ള പാപങ്ങളിലേക്ക് അവൻ എത്തിച്ചേരുന്നു. നമ്മൾ മുന്നേ പല അധ്യായങ്ങളിലും വിവരിച്ചതാണ്. ഒരു പാപം എന്ത് ചെയ്യും, വേറൊരു പാപത്തെ ജനിപ്പിക്കും. ഒരാൾ ഒരു പാപം ചെയ്താൽ അതിൽ നിന്ന് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ അതവൻ വേറൊരു പാപത്തിലെത്തിക്കും. അതിൽ നിന്ന് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ അത് വേറൊരു പാപത്തിലേക്ക് എത്തിക്കും. ഇങ്ങനെ ഗുരുതരമായ ധാരാളം പാപങ്ങളിലേക്ക് ഒരു പാപം ഒരു മനുഷ്യന് കൊണ്ടെത്തിക്കും. അവസാനം ചിലപ്പോൾ കുഫറിലേക്കും ശിർക്കിലേക്കും ഒക്കെ എന്ത് ചെയ്തേക്കാം, എത്തിച്ചേക്കാം. അതുകൊണ്ട് ഈ അവസാനം പറഞ്ഞിരിക്കുന്ന പാപങ്ങളാണ് ഒരാൾ ചെയ്യുന്നത് എങ്കിലും അത് എന്ത് ചെയ്യും, ഇത് മുഖേന അവൻ മറ്റുള്ള പാപങ്ങളുടെ കിസ്മുകളിലേക്ക് എത്തിച്ചേരും. ഫഹുവ യജുറുഹും ഇലൈഹാ ബിസ്സിമാം. ഈ അവസാനം പറഞ്ഞിരിക്കുന്ന ബഹീമിയായ പാപങ്ങൾ
അവന്റെ കടിഞ്ഞാൻ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യും? മറ്റുള്ള പാപങ്ങളിലേക്ക് അവനെ നയിക്കും. ഫയദ്ഖുലൂന മിൻഹു ഇല ദുനൂബി സബ്ഇയ്യ, അങ്ങനെ ഇതിലേക്ക് പ്രവേശിച്ചു. അവിടെ നിന്നിട്ട് എന്ത് ചെയ്തു? സബ്ഇയ്യായ കാട്ടുമൃഗങ്ങളുടെ സ്വഭാവത്തിലേക്ക് ഇവിടുന്ന് പ്രവേശിക്കുന്നു. സുമ്മ ഇല ഷൈത്വാനിയ, അവിടെ നിന്ന് പിന്നെ ഷൈത്വാനിന്റെ സ്വഭാവത്തിലേക്ക് എന്ത് ചെയ്യുന്നു? കടക്കുന്നു. ഷൈത്വാനിന്റെ സ്വഭാവത്തിലേക്ക് എത്തുമ്പോഴേക്കും എന്ത് ചെയ്യുന്നു? തിന്മകളെല്ലാം നന്മകളായിട്ട് അവൻ മനസ്സിലാക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. നന്മകളെല്ലാം കാണുമ്പോൾ വെറുപ്പായിരിക്കും അതിനോട്, അത് പിന്നെ തിന്മകളായിട്ട് എന്ത് ചെയ്യുന്നു? മനസ്സിൽ വെറുപ്പ് പ്രകടിപ്പിക്കുകയും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്ന സ്വഭാവത്തിലേക്ക് എത്തും. സുമ്മ മുനാസഅത്തിർ റുബൂബിയ്യ, അത് കഴിഞ്ഞ പിന്നെ അവൻ എത്തുന്നത് എങ്ങോട്ടാണ്? അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിന്റെ സിഫാത്തുകളോട് അവൻ മത്സര്യം കാണിക്കാൻ തുടങ്ങും, അഹങ്കാരിയായി മാറാൻ തുടങ്ങും. അഹങ്കാരവും അതേപോലെ തന്നെ അതുപോലുള്ളതായ പാപങ്ങൾ, അള്ളാഹുവിന് മാത്രം ആദമത്ത് മഹത്വം ഉള്ളവനായി തീരുക, ഇങ്ങനെയുള്ള സ്വഭാവം സ്വയം ആരെങ്കിലും എടുത്തണിഞ്ഞാൽ അവന്റെ ഹൃദയം എന്ത് ചെയ്യും? അടഞ്ഞു പോകും. പിന്നീട് അതിലേക്ക് നന്മകൾ പ്രവേശിക്കുക എന്നുള്ളത് പ്രയാസമാകും. അപ്പോ പിന്നീട് അവൻ റുബൂബിയ്യത്തിന്റെ അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിലേക്ക് മത്സര്യം കാണിക്കാൻ തുടങ്ങും. അങ്ങനെ പിന്നെ ഷിർക്കിലേക്കും അതേപോലെ തന്നെ വഷിർക്ക് ഫിൽ വഹദാനിയ, അള്ളാഹുവിന്റെ ഏകത്വത്തിൽ അവൻ ഷിർക്ക് ചെയ്യുന്നവനായിട്ട് മാറും. വമൻ തഅമ്മല ഹാദാ ഹഖ്ഖ തഅമ്മുൽ, ഈ കാര്യങ്ങൾ ആരെങ്കിലും നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയാൽ തബയ്യന ലഹു അന്ന ദുനൂബ ദഹ്ലീസു ശിർകി വൽ കുഫ്രി വമുനാസഅത്തില്ലാഹി റുബൂബിയ്യതഹു. ഇത് മനസ്സിലാക്കേണ്ട പോലെ ഒരാൾ മനസ്സിലാക്കിയാൽ അവന് മനസ്സിലാകും, ബോധ്യപ്പെടും. എന്താണ്? പാപങ്ങൾ ഷിർക്കിന്റെയും കുഫറിന്റെയും അതിലേക്കുള്ള പാതയാണ്, വസീലയാണ്. ദഹ്ലീസ് എന്ന് പറഞ്ഞാൽ അതിലേക്കുള്ള വസീലയാണ്. ഷിർക്കിലേക്കും കുഫറിലേക്കും ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന അതിലേക്കുള്ള വഴിയാണ് എന്ത്? പാപങ്ങൾ എന്നുള്ളത്. പാപം പലപ്പോഴും നിസ്സാരമായിട്ട് തോന്നും. ഒരു പ്രാവശ്യം ചെയ്യും, വീണ്ടും ചെയ്യും, വീണ്ടും ചെയ്യും. ഇത് അവനെ ആത്യന്തികമായിട്ട് എത്തിക്കുന്നത് എങ്ങോട്ടായിരിക്കും? ഈ മലക്കീയത്തായ സ്വഭാവത്തിലേക്ക്, ആ തിന്മകളിലേക്ക്. അങ്ങനെ അവനെ ഷിർക്കിലേക്കും കുഫറിലേക്കും കൊണ്ടെത്തിക്കും. അതുപോലെ അള്ളാഹുവിന്റെ റുബൂബിയ്യത്തിന്റെ സുഫാത്തുകൾ എടുത്ത് സ്വയം അണിയുക, അതിനോട് മത്സരം കാണിക്കുക, അങ്ങനെ അഹങ്കാരിയായി തീരുക, ഇതിലേക്ക് എന്ത് ചെയ്യും? അവനെ കൊണ്ടെത്തിക്കും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് ഇമാം അവറുകൾ പറയുകയാണ്, വഖദ് ദല്ല അൽ ഖുർആനു വസ്സുന്നതു വഇജ്മാഉ സ്വഹാബതി വത്താബിഈന ബഅദഹും വൽ അഇമ്മതി അലാ അന്ന മിനദ് ദുനൂബി കബായിറ വസഗായിർ. ഇപ്പോ പാപങ്ങളെ ഇവിടെ 4 വിഭാഗങ്ങളായിട്ട് ഇമാം അവറുകൾ തിരിച്ചു. അതേപോലെ തന്നെ പാപങ്ങളുടെ വേറെ 2 ഇനങ്ങളാണ് ശേഷം വിശദീകരിക്കുന്നത് ഈ അധ്യായത്തിലൂടെ. പരിശുദ്ധ ഖുർആൻ, തിരുസുന്നത്ത്, സ്വഹാബികളുടെയും താബിഅകളുടെയും അതിനുശേഷം വന്ന അയിമത്തുകളുടെയും എല്ലാം ഇജ്മാ, ഇതെല്ലാം അറിയിക്കുന്ന കാര്യമാണ്. എന്താണ്? പാപങ്ങൾ കബായിറുകളുണ്ട്, സ്വഗായിറുകളുണ്ട്. വലിയ പാപങ്ങളുണ്ട്, അതേപോലെ തന്നെ ചെറിയ പാപങ്ങളുമുണ്ട്. ഇത് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ സ്വഹാബികളുടെയും താബിഅകളുടെയും അയിമത്തുകളുടെയും എല്ലാം ഇജ്മാഉം എന്ത് ചെയ്യുന്നുണ്ട്? പാപങ്ങൾ വലുതുണ്ട്, ചെറുതുണ്ട് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻ, നിങ്ങളോട് വിരോധിക്കപ്പെട്ടിരിക്കുന്ന കബായിറുകളെ, വൻപാപങ്ങളെ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ, അതിനെ നിങ്ങൾ മാറ്റി നിർത്തുകയാണെങ്കിൽ, അതിനെ നിങ്ങൾ വർജിക്കുകയാണെങ്കിൽ, നുകഫിർ അൻകും സയ്യിആതികും, നാം നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നതാണ് എന്ന് അല്ലാഹു പറയുകയാണ്. വനുദ്ഖിൽകും മുദ്ഖലൻ കരീമ, ഏറ്റവും മാന്യമായ ഒരിടത്ത്, സ്വർഗത്തിൽ നാം നിങ്ങൾ എന്ത് ചെയ്യും? പ്രവേശിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങളോട് വിരോധിക്കപ്പെട്ടിരിക്കുന്ന കബായിറുകളെ നിങ്ങൾ എന്ത് ചെയ്താൽ? ഉപേക്ഷിച്ചാൽ, വലിയ പാപങ്ങളെ നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ, നിങ്ങൾ അതിനെ അകറ്റി നിർത്തുകയാണെങ്കിൽ, നാം നിങ്ങളുടെ സയ്യിആത്തുകൾ എന്ത് ചെയ്യും? പുറത്തു തരും എന്ന് അല്ലാഹു പറയുകയാണ്. അപ്പൊ നിങ്ങൾ വലിയ പാപങ്ങളും ഉപേക്ഷിക്കുകയാണെങ്കിൽ എന്താണ്? സയ്യിആത്തുകളെ പുറത്തു തരും എന്ന് പറഞ്ഞാൽ ചെറിയ പാപങ്ങൾ എന്ത് ചെയ്യും? പുറത്തു തരും. അപ്പൊ ഈ ആയത്ത് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് എന്താണ്? പാപങ്ങൾ, വലിയ പാപങ്ങളുണ്ട്, ചെറിയ പാപങ്ങളുണ്ട് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. വഖാല തആല, വീണ്ടും അല്ലാഹു തആല പറഞ്ഞു, അല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി, പാപങ്ങളിൽ ഗുരുതരമായ കബായിറുകളായ പാപങ്ങളെ വെടിയുന്ന ആളുകൾ, അതിനെ മാറ്റി നിർത്തുന്ന ആളുകൾ, വൽ ഫവാഹിഷ, മ്ലേച്ഛമായ കൃത്യങ്ങളെയും,
ഇല്ല ലമം, ലമമുകളെ ഒഴികെ. ലമം എന്ന് പറഞ്ഞാൽ ചെറുപാപങ്ങളാണ് എന്നാണ് ഉലമാക്കൾ വിശദീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ആയത്തും വിശദീകരിക്കുന്നത് എന്താണ്? പാപങ്ങൾ, മ്ലേച്ഛകരമായ കാര്യങ്ങൾ, വലിയ ഗുരുതരമായവകളുണ്ട്, അതേപോലെ തന്നെ ചെറിയ പാപങ്ങളുമുണ്ട് എന്ന് ഈ ആയത്തും എന്ത് ചെയ്യുന്നുണ്ട്? പഠിപ്പിക്കുന്നുണ്ട്. വഫി സ്വഹീഹി അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നഹു ഖാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചത് കാണാം. അസ്സലവാത്തുൽ ഖംസു, 5 നേരത്തെ നമസ്കാരങ്ങൾ, വൽ ജുമുഅതു ഇലൽ ജുമുഅ, 2 ജുമുഅകൾ, വറമദാനു ഇലാ റമദാൻ, 2 റമദാനുകൾ, ഇവകളെല്ലാം മുകഫിറാത്തുൻ ലിമാ ബൈനഹുന്ന ഇദജ്തുനിബത്തിൽ കബായിർ, ഇവകളെല്ലാം എന്ത് ചെയ്യും? പാപങ്ങളെ മുകഫിറാത്തുൻ ലിമാ ബൈനഹുന്ന, അവകളുടെ ഇടയിലുള്ളതിനെ എന്ത് ചെയ്യുന്നതാണ്? മായ്ച്ചു കളയുന്നവകളാണ്. അപ്പൊ ഒരാൾ 5 നേരം നമസ്കരിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ 5 നേരവും വൃത്തിയായി നമസ്കരിക്കുന്ന ഒരാൾ ചെയ്യുന്ന അവകളുടെ ഇടയിലുള്ളവകൾ എന്ത് ചെയ്യും? 5 നേരത്തെ നമസ്കാരം മാപ്പ് ചെയ്തു മായ്ച്ചു കളയുന്നതാണ്. അതുപോലെ 2 ജുമുഅകൾ ഒരാൾ എന്ത് ചെയ്യുന്നു? 2 ജുമുഅയും വൃത്തിയായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്, വീട്ടിയിട്ടുണ്ട് എങ്കിൽ അവകളുടെ ഇടയിലുള്ള പാപങ്ങൾ എന്ത് ചെയ്യും? ഇത് മായ്ച്ചു കളയുന്നതാണ്. അതേപോലെ തന്നെ റമദാൻ, ഇതിനെല്ലാം ഒരു നിബന്ധന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇദജ്തുനിബത്തിൽ കബായിർ, എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ? വൻപാപങ്ങളെ അവൻ ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ, വൻപാപങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ, വൻപാപങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ട് എങ്കിൽ ഇവകളുടെ ഇടയിലുള്ള ചെറുപാപങ്ങൾ എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. അപ്പൊ ഈ ഹദീസും എന്ത് പഠിപ്പിക്കുന്നുണ്ട്? പാപങ്ങൾ വലിയ പാപമുണ്ട്, ചെറിയ പാപമുണ്ട് എന്ന് ഈ ഹദീസും, നേരത്തെ പറഞ്ഞ 2 ആയത്തുകളും ഈ ഹദീസും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇവിടെയും പ്രധാനപ്പെട്ട ഒരു നിബന്ധന പറഞ്ഞത് എന്താണ്? കബായിറുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? മാറ്റി നിർത്തേണ്ടതുണ്ട്. കബായിറുകൾ പലപ്പോഴും പല ആളുകളും ചെയ്യുന്നുണ്ടാകാം. എന്നിട്ട് ഇങ്ങനെയുള്ള അമലുകൾ ചെയ്താൽ അത് മുഖേന എന്ത് ചെയ്യില്ല? പാപങ്ങൾ പൊറുക്കപ്പെടുകയില്ല. അപ്പോൾ കബായിറുകളിൽ നിന്ന് വിടുതൽ നേടുക എന്നുള്ളത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ കബായിറുകൾ ഏതെല്ലാമാണ്, എങ്ങനെയാണ് ഒരു പാപം കബായിറാണെന്ന് മനസ്സിലാകുന്നത് എന്ന് പഠിക്കൽ ഒരു വിശ്വാസിക്ക് അനിവാര്യമാണ്. കബായിർ ദുനൂബുകളെ കുറിച്ച് എന്ത് ചെയ്യേണ്ടതുണ്ട്? ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ, മുൻഗാമികളും പിൽക്കാലത്ത് വന്ന ഉലമാക്കളും എന്ത് ചെയ്തിട്ടുണ്ട്? കബായിറുകളെ കുറിച്ച് അവർ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. കാരണം എന്താണ്? കബായിറുകൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തൽ അനിവാര്യമായ കാര്യമാണ്. അതല്ലെങ്കിൽ വലിയ അപകടത്തിലേക്ക് ചെന്നുപെടും. ധാരാളം അമലുകൾ ചെയ്യുന്നുണ്ടാകാം, പക്ഷേ അവൻ ചെയ്യുന്ന അമലുകൾ ചിലപ്പോൾ പൂർണ്ണമായിട്ട് സ്വീകരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന ചെറിയൊരു പാപങ്ങൾ അത് അവനെ തകർത്ത് കളയാതിരിക്കണമെങ്കിൽ കബായിറുകളിൽ നിന്ന് എന്ത് ചെയ്യണം? ഒഴിഞ്ഞു നിൽക്കൽ അനിവാര്യമാണ്. അപ്പൊ കബായിറുകൾ ഏതൊക്കെയാണ്, എങ്ങനെയാണ് പാപങ്ങൾ കബായിറായി തീരുക എന്നെല്ലാം അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്. വഹാദിഹിൽ അഅമാലുൽ മുകഫിറതു ലഹാ 3 ദറജ. അപ്പോ വലിയ പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇങ്ങനെ ഇപ്പൊ ഇവിടെ ചില സൽക്കർമ്മങ്ങൾ പറഞ്ഞു. 5 നേരത്തെ നമസ്കാരങ്ങൾ, ജുമുഅ നമസ്കാരം, റമദാനിലുള്ളതായ ഇബാദാത്തുകൾ, ഇതെല്ലാം എന്താണ്? ചെറുപാപങ്ങളെ മായ്ച്ചു കളയുന്നത്. പരിശുദ്ധ ഖുർആനും പറയുന്നുണ്ട് നമസ്കാരത്തെ കുറിച്ച്. വാഖിമിസ് സ്വലാത ത്വറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദ്ഹിബുന സയ്യിആത്ത്. അപ്പോ പകലിന്റെ 2 അറ്റങ്ങളിൽ, രാത്രിയുടെ വേളകളിലെല്ലാം നിങ്ങൾ നമസ്കാരം നിലനിർത്തണം. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, തീർച്ചയായും ഹസനാത്തുകൾ സയ്യിആത്തുകൾ എന്ത് ചെയ്യും? നീക്കിക്കളയും, പോക്കിക്കളയുന്നതാണ് എന്ന് പറയുകയാണ്. അപ്പൊ ഇതെല്ലാം എന്താണ്? ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ, ചെറുപാപങ്ങൾ എന്ത് ചെയ്യും? മായ്ച്ചു കളയും. അപ്പോ അത് മായ്ച്ചു കളയുന്നതിന്റെ രീതി ഇമാം അവർ വിശദീകരിച്ചിരിക്കുകയാണ്. നോക്കിക്കേ, വഹാദിഹിൽ അഅമാലുൽ മുകഫിറതു ലഹാ 3 ദറജാത്തിൻ. അമലുകൾ, പാപങ്ങളെ, ചെറുപാപങ്ങളെ മായ്ച്ചു കളയും, ശരിയാണ്. പക്ഷേ അതിന് 3 ദറജകളുണ്ട്. അവൻ ചെയ്യുന്ന അമലിന്റെ ക്വാളിറ്റി അനുസരിച്ചാണ് ഇരിക്കുന്നത്. എങ്ങനെയാണത്? ഇഹദാഹ, അതിൽ ഒന്നാമത്തേത്, അൻ തഖ്സുറ അൻ തക്ഫീരി സ്വഗായിരി. ചില സൽക്കർമ്മങ്ങൾ ഒരാൾ ചെയ്യുന്നുണ്ടാകാം, നമസ്കരിക്കുന്നുണ്ടാകാം 5 നേരവും, അതല്ലെങ്കിൽ ജുമുഅക്ക് പങ്കെടുക്കുന്നുണ്ടാകാം, റമദാനിൽ നോമ്പനുഷ്ഠിക്കുന്നുണ്ടാകാം. പക്ഷെ ഇതൊന്നും ചിലപ്പോൾ ഒരു മനുഷ്യന്റെ ചെറുപാപങ്ങളെ മായ്ച്ചു കളയാൻ അതിനു മാത്രം ബലമുള്ളതായിരിക്കുകയില്ല, അതിനോളം വരുന്നതായിരിക്കുകയില്ല. അതിനെ മായ്ച്ചു കളയാൻ ഭാഗത്തിനെന്തുണ്ടാവുകയില്ല, അതിന് ബലം ഉണ്ടാവുകയില്ല. അത് തഖ്സുറ അൻ തക്ഫീരി സ്വഗായിർ,
സ്വഗായിറുകളെ മായ്ച്ചു കളയുന്നതിനെ തൊട്ട് അത് എന്തുണ്ടാകും, അതിന് കുറവുകൾ സംഭവിച്ചിട്ടുണ്ടാകും, അത് ചുരുങ്ങിയതായിരിക്കും. കാരണം എന്താണ്? അതിന് അത്ര ബലമില്ലാത്ത കൊണ്ട് അവൻ ചെയ്തിരിക്കുന്ന നമസ്കാരങ്ങൾക്കൊന്നില്ല, വലിയ ബലമില്ലാത്ത നമസ്കാരങ്ങളാണ്. നമസ്കരിച്ചു. പക്ഷേ എങ്ങനെയാണ് നമസ്കരിച്ചത് എന്ന് ചോദിച്ചാൽ, ഏത് സൂറത്താണ് നമസ്കാരത്തിൽ ഓതിയെന്ന് ചോദിച്ചാൽ അവൻക്കറിയില്ല. അല്ലെങ്കിൽ നമസ്കാരത്തിൽ എന്തെല്ലാം ദുആകളാണ് പറഞ്ഞത് അവൻക്കറിയില്ല, അതിനെക്കുറിച്ചുള്ള ബോധമില്ല. നാം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിലപ്പെട്ട ധാരാളം ദുആകൾ പറയുന്നുണ്ട് നമസ്കാരത്തിൽ, ഇതിനെക്കുറിച്ച് ഒന്നും ബോധവാനല്ല. എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള കുറിച്ച് ബോധമില്ല. വെറുതെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു കർമ്മം യാന്ത്രികമായിട്ട് ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് വളരെ ബലഹീനമായിരിക്കും. ഇങ്ങനെ ബലഹീനമായിട്ട് ചെയ്യുന്ന അമലുകൾ എന്താക്കൂല, പാപങ്ങളെ പുറത്ത് കളയാൻ, അതിനെ മായ്ച്ചു കളയാൻ പ്രാപ്തി അതിനുണ്ടാവില്ല, അതിനുള്ള ശേഷി ഉണ്ടാവുകയില്ല. അതേപോലെ തന്നെ അതിന് ഇഖ്ലാസ് ഉണ്ടായിട്ടില്ല എങ്കിൽ ചെയ്യുന്ന അമലുകൾ പൂർണ്ണമായി അള്ളാഹുവിന്റെ തൃപ്തി കാക്ഷിച്ചുകൊണ്ട്, പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് ഇഖ്ലാസോടെ നിർവഹിക്കുന്നതായിരിക്കണം. വേറെ ഭൗതികമായ ലക്ഷ്യങ്ങളോ അതല്ലെങ്കിൽ താല്പര്യങ്ങളോ അതിൽ ഉണ്ടാകാൻ പാടില്ല. ഇഖ്ലാസ് ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. അതുപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനോട് യോജിച്ചിരിക്കണം. ഇതെല്ലാമാണ് ഒരു അമലിനെ എന്താക്കുന്നത്, ബലമുള്ളതാക്കി തീർക്കുന്നത്. അങ്ങനെ ബലമില്ലാത്തതാണ് ഒന്നാമത്തെ ദർജ. ബലമില്ലാത്തതാണ് എങ്കിൽ എന്ത് ചെയ്യൂല, അത് ഈ പാപങ്ങളെ പൂർണ്ണമായിട്ട് മായ്ച്ചു കളയാനുള്ള ശേഷി അതിനുണ്ടാവുകയില്ല. വൽ ഖിയാമി ബി ഹുഖൂഖി, അതിന്റെ ഹുഖൂഖുകൾ വീട്ടുന്നതിനെ തൊട്ട് അത് ബലഹീനമായിരിക്കും. അമലുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ മുറുകെ പിടിക്കുന്നതായിരിക്കുകയില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ബി മൻസിലത്തി ദവാഇൽ ദഈഫ് അല്ലദി യൻഖുസു അൻ മുഖാവമത്തി ദാഇ കമ്മിയത്തൻ വ കൈഫിയത്ത്. ഇതേതുപോലെയാണ്, ഒരാൾ ഒരു മരുന്ന് കുടിക്കുന്നു, ആ മരുന്ന് എന്താണ്, അത് വളരെ ദുർബലമായ ഒരു മരുന്നാണ്, അത്ര ക്വാളിറ്റി പോരാത്തതാണത്. ആ മരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, രോഗത്തെ തടുത്തു നിർത്താൻ സാധിക്കുന്നില്ല. അതിൻ്റെ ആ രോഗത്തിന്റെ അളവിനെയോ അല്ലെങ്കിൽ അതിൻ്റെ രീതിയെയോ രൂപത്തെയോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, തടുത്തു നിർത്താൻ അല്ലെങ്കിൽ അതിനെ കുറയ്ക്കാൻ, അതിനെ പ്രതിരോധിക്കാൻ സാധിക്കാത്തൊരു മരുന്ന് പോലെയാണ്. ഒരു മരുന്ന് തന്നെയാണത്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അത് രോഗത്തെ പ്രതിരോധിക്കാൻ മാത്രമുള്ള ശേഷി ആ മരുന്നിനില്ല. അങ്ങനെയുള്ളതാണ് എന്ത്, ഒന്നാമത്തെ ഇതുപോലുള്ള അമൽ സ്വാലിഹാത്തുകൾ. അവൻ നമസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ജുമഅയിൽ പങ്കെടുക്കുന്നുണ്ട്, പക്ഷെ അതെന്തില്ല, ഇഖ്ലാസും മുതാബഅത്തുൻ നബിയും ഒന്നുമെല്ലാം അതിൽ എന്ത് ചെയ്യുന്നില്ല, ഉണ്ടാകുന്നില്ല എന്നുള്ള കാരണത്താൽ അത് പാപങ്ങളെ മായ്ച്ചു കളയാനുള്ള പ്രാപ്തി ഉണ്ടാവുകയില്ല. അസാനിയ, രണ്ടാമത്തെ ഇനം ദറജ, അൻ തുഖാവിമ സ്വഗായിറ, സ്വഗായിറുകൾ എന്ത് ചെയ്യും, പ്രതിരോധിക്കും എന്നുള്ളതാണ്. അവൻ നമസ്കരിക്കുന്നു, അവന്റെ നമസ്കാരം എന്ത് ചെയ്യുന്നുണ്ട്, അവൻ ചെയ്യുന്ന ചെറുപാപങ്ങളെ പ്രതിരോധിക്കാൻ, അതിനെ മായ്ച്ചു കളയാൻ ശേഷിയുള്ളതാണ്. വലാ തർതഖിയ ഇലാ തക്ഫീരി ശൈഇൻ മിനൽ കബായിർ, എന്നാൽ കബായിറുകളിൽ നിന്നുള്ള വൻപാപങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒന്നിനെ മായ്ച്ചു കളയാനുള്ള ശേഷി എന്തില്ല, അതിന് ഇല്ല. അങ്ങനെയുള്ളതാണ് രണ്ടാമത്തെ ദറജ. മൂന്നാമത്തെ ദറജ അസ്സാലിസ, അൻ തഖ്വ അലാ തക്ഫീരി സ്വഗായിരി വതബ്ഖാ ഫീഹാ ഖുവ്വ. ഒരാൾ എന്ത് ചെയ്യുന്നു, നല്ല ഇഖ്ലാസോടുകൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾക്ക് അനുയോജ്യമായി കൊണ്ട് സമ്പൂർണമായ നിലയിൽ ഇബാദത്തുകൾ ചെയ്യുന്നു, നമസ്കരിക്കുന്നു, നല്ല ആത്മചൈതന്യത്തോടെ ബാഹ്യവും ആന്തരികവുമായ രീതിയിൽ നമസ്കാരം നിർവഹിക്കുന്നു, നോമ്പ് നിർവഹിക്കുന്നു, അതേപോലെ തന്നെ ജുമഅകൾ നിർവഹിക്കുന്നു. ഇങ്ങനെ നിർവഹിക്കുമ്പോൾ അത് സ്വഗായിറുകൾ എന്ത് ചെയ്യും, സ്വഗായിറുകളെ പ്രതിരോധിക്കാനുള്ള ശേഷി ഇതിനുണ്ടാവും. അതിനേക്കാളും ഇതിന് ശക്തി ആർജിച്ചു ഈ അമലുകൾക്ക്. അപ്പോഴോ വതബ്ഖാ ഫീഹാ ഖുവ്വ, വീണ്ടും ഇതിന്റെ ശക്തി എന്ത് ചെയ്യാണ്, ഈ അമലുകളുടെ ശക്തി വീണ്ടും അവിടെ അവശേഷിക്കുകയാണ്. ആ അവശേഷിക്കുന്ന ശക്തി തുകഫറു ബിഹാ ബഅദുൽ കബായിർ, ചില കബായിറുകളൊക്കെ അത് എന്ത് ചെയ്തേക്കാം, ഈ അമലുകളുടെ ശക്തി മുഖേന ചില കബായിറുകൾ അത് മുഖേന എന്ത് ചെയ്തേക്കാം, മായ്ക്കപ്പെട്ടേക്കാം, പൊറുക്കപ്പെട്ടേക്കാം. അത്രത്തോളം ശക്തി എന്ത് ചെയ്യാൻ സാധിക്കും, ചില അമലു സ്വാലിഹാത്തുകൾ കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും. നല്ല ഇഖ്ലാസോടെയാണ്, നല്ല മുതാബഅത്തു സുന്ന നിലനിർത്തിക്കൊണ്ടാണ് ചെയ്യുന്നത് എങ്കിൽ. ഫതഅമ്മൽ ഹാദാ, അതുകൊണ്ട് ഇത് നല്ല രീതിയിൽ ചിന്തിച്ചു കൊള്ളുക. ഫഇന്നഹു യുസീലു അൻക ഇഷ്കാലാത്തിൻ കസീറ, ഇത് ധാരാളം സംശയങ്ങളെ നിന്നിൽ നിന്ന് നീക്കിക്കളയുന്ന കാര്യമാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ അമലു സ്വാലിഹാത്തുകൾ എന്താകേണ്ടതുണ്ട്,
നമ്മൾ ചെയ്യുന്ന ചെറുപാപങ്ങളെ മായ്ച്ചു കളയാൻ പ്രാപ്തിയുള്ളതായിരിക്കണം. മാത്രമല്ല വലിയ പാപങ്ങളിലേക്ക് വരെയും അതിനെ മായ്ക്കാൻ പാകത്തിന് ശക്തിയുള്ളതായി എന്ത് ചെയ്യണം, അതിൻ്റെ കഴിവ് അവശേഷിക്കുന്ന രീതിയിൽ നല്ല സമ്പൂർണമായിട്ടാണ് ഇബാദത്ത് ചെയ്യുന്നത് എന്ന് എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തൽ ഓരോ വിശ്വാസിക്കും അനിവാര്യമായ കാര്യമാണ്. മാത്രമല്ല പാപങ്ങൾക്ക് എന്തുണ്ട്, കബായിറുകളുണ്ട്, അതേപോലെ തന്നെ സ്വഗായിറുകളുണ്ട് എന്ന് മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതും അനിവാര്യമാണ്. അത് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതും അനിവാര്യമാണ്. വഫി സ്വഹീഹൈൻ, ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അലാ ഉനബ്ബിഉകും ബിഅക്ബരിൽ കബായിർ, അക്ബറുൽ കബായിറുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പോൾ ഇത് കബായിറുകൾ അറിഞ്ഞിരിക്കൽ അനിവാര്യമാണ്. കാരണം എന്താണ്, ചെറുപാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം, കബായിറുകളിൽ നിന്ന് മാറി നിൽക്കണം. അപ്പോൾ അത് അനിവാര്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. നബി ഒരിക്കൽ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് കബായിറുകളിൽ തന്നെ ഏറ്റവും ഗുരുതരമായ പാപങ്ങളെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചു. ഖുൽനാ ബലാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ പറഞ്ഞു അതെ അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ്, ഒന്നാമത്തേത് അള്ളാഹുവിൽ ശിർക്ക് വെക്കലാണ്. ഇതാണ് ഏറ്റവും ഗുരുതരമായ പാപം. അള്ളാഹുവിന് തീരെ ഇഷ്ടമില്ലാത്ത, അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള, വെറുപ്പുള്ള കാര്യമാണെന്ത്, ഷിർക്ക് ചെയ്യുക എന്നുള്ളത്. ഷിർക്ക് ചെയ്യലും ആ പ്രവൃത്തിയും, ഷിർക്ക് എന്നുള്ളതും അത് പ്രവർത്തിക്കുന്ന ആ പ്രവൃത്തിയും അത് പ്രവർത്തിക്കുന്ന ആളുകളും ഇത് വളരെ അപകടം നിറഞ്ഞവരാണ്. അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള വിഭാഗമാണ് ഈ വിഭാഗം. വഉഖൂഖുൽ വാലിദൈൻ, രണ്ടാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് ചേർത്ത് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുക, അവരോട് ധിക്കാരം കാണിക്കുക. ഇതും വൻപാപങ്ങളിൽ തന്നെ ഏറ്റവും ഗുരുതരമായതായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിരിക്കുന്നത്. അപ്പോൾ വളരെ ഗുരുതരമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. പലപ്പോഴും പല ആളുകളും വളരെ നിസ്സാരമായിട്ടാണ് അതിനെ ഗണിക്കുന്നത്. നമസ്കരിക്കുന്ന ആളുകളാകാം, ഹജ്ജ് ചെയ്യുകയും നോമ്പെടുക്കുകയും സദക്കകൾ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാകാം. പക്ഷെ മാതാപിതാക്കളെ പരിഗണിക്കുന്ന വിഷയത്തിൽ, അവരോട് നന്മ ചെയ്യുന്ന കാര്യത്തിൽ പലപ്പോഴും എന്തായിരിക്കും, വളരെ പിന്നോട്ടായിരിക്കും. അവരുടെ താല്പര്യങ്ങൾ, നല്ലതായ അവരുടെ താല്പര്യങ്ങൾ നിറവേറ്റി കൊടുക്കൽ. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കൾ എന്താണ്, അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മൾ പഠിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീനിൻ്റെ സേവകരായി മാറുക എന്നുള്ളതാണ്. അതാണ് അവരുടെ ലക്ഷ്യം. നല്ലതാണ് അവർ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അവരോട് നാം എന്ത് ചെയ്യുന്നില്ല, അവരുടെ ഈ താല്പര്യത്തിന് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവരെ വെറുപ്പിക്കുന്ന, അവരുടെ അതൃപ്തി വാങ്ങുന്ന നിലയിലാണ് നമ്മുടെ പെരുമാറ്റം തിരിച്ചങ്ങോടെങ്കിൽ അത് അപകടം നിറഞ്ഞതാണ്. അള്ളാഹുവിൻ്റെ കോപം എവിടെയാണ്? മാതാപിതാക്കളുടെ കോപത്തിൽ അള്ളാഹുവിൻ്റെ കോപം ഉണ്ടെന്നാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ മാതാപിതാക്കളുടെ തൃപ്തി ഉണ്ടെങ്കിൽ, മാതാപിതാക്കൾ തൃപ്തിപ്പെടുന്നില്ല, അവർ നല്ലത് ആഗ്രഹിക്കുകയാണ്, മോശപ്പെട്ട കാര്യങ്ങളിലല്ല, അവർ നമ്മിൽ നിന്ന് നല്ല പ്രതീക്ഷിക്കുകയാണ്. പക്ഷെ നമ്മൾ ആ തൃപ്തിക്ക് അനുസൃതമായിട്ട് നീങ്ങാൻ, അവർ തൃപ്തിപ്പെടുത്താൻ നാം സന്നദ്ധരാകുന്നില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി വിദൂരത്തായിരിക്കും. അപ്പൊ ഷിർക്കിനോട് അള്ളാഹു ചേർത്ത് പറഞ്ഞിരിക്കുകയാണെന്ത്, അക്ബറുൽ കബായിറായിട്ട് എണ്ണി പറഞ്ഞിരിക്കുകയാണ്. മാതാപിതാക്കളോടുള്ളതായ അനുസരണക്കേട്, അവരോട് ധിക്കാരം കാണിക്കുക എന്നുള്ളത് ഗുരുതരമായ പാപങ്ങളിൽ പെട്ടതാണ്. വശഹാദത്തു സൂർ, അതേപോലെ തന്നെ കള്ളസാക്ഷ്യം പറയുക, ഇതും വളരെ അപകടം നിറഞ്ഞിരിക്കുന്ന വൻപാപങ്ങളിൽ പെട്ടതാണ്. വഫി സ്വഹീഹൈനി അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, അതേപോലെ തന്നെ വീണ്ടും ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഇജ്തനിബു അസ്സബ്അൽ മൂബിഖാത്ത്, നിങ്ങൾ 7 നാശകാരികളായ മുഹ്ലിക്കാത്തുകളായ പാപങ്ങളെ അകറ്റി നിർത്തണം. ഇജ്തനിബു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഭാഗത്താവുക, ആ പാപങ്ങൾ വേറൊരു ഭാഗത്താവുക. അതൊക്കെ അതിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, അടുക്കാൻ പാടില്ല. അതിനെ അകറ്റി മാറ്റി നിർത്തുക എന്നുള്ളതാണ്. ഏതെല്ലാമാണ്? ഖീല വമാ ഹുന്ന യാ റസൂലല്ലാഹ്, ഏതാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു. അവിടുന്ന് പറഞ്ഞു അൽ ഇശ്റാഖു ബില്ലാഹ്, ഒന്നാമതായി പറഞ്ഞു എന്താണ്, ഷിർക്ക് ചെയ്യൽ തന്നെയാണ്. വസ്സിഹർ, രണ്ടാമതായി പറഞ്ഞു സിഹറാണ്, ശൈത്വാനിന്റെ സഹായം ചോദിച്ചുകൊണ്ട് ചെയ്യുന്ന ചില കുതന്ത്രങ്ങളാണ്, ചില രഹസ്യമായ ഗൂഢമായ ചില പ്രവർത്തികളാണ് സിഹർ. അത് പഠിക്കലും കുഫറാണ്, അത് ചെയ്യലും എല്ലാം കുഫറിൽപ്പെട്ടതാണ്, അത് തൃപ്തിപ്പെടലും എല്ലാം കുഫറിൽപ്പെട്ടതാണ്.
അപ്പൊ ഷിർക്കിനോട് ചേർത്ത് പറഞ്ഞ രണ്ടാമത്തെ വൻപാപമാണ് സിഹർ. വീണ്ടും പറഞ്ഞു വഖത്തുലുൻ നഫ്സില്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, ഹക്ക് കൂടാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയിരിക്കുന്ന, വധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന നഫ്സുകളെ വധിക്കുക, കൊലപാതകം നടത്തുക, ഇതും വൻപാപങ്ങളിൽപ്പെട്ടതാണ്. അപ്പോ അർഹതയില്ലാത്ത ഒരു ജീവൻ എടുക്കുക, ഇത് പാടില്ലാത്തതാണ്. വഅകുലു മാലിൽ യതീം, അതേപോലെ തന്നെ ഒന്നാണെന്ത്, യതീമുകളായ അനാഥരായ ആളുകളുടെ സമ്പത്ത് ഭക്ഷിക്കുക. അനാഥർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, പിതാവ് മരണപ്പെട്ടിരിക്കുന്ന പ്രായപൂർത്തിയാകാത്ത മക്കൾക്കാണെന്ന് പറയണത് അനാഥര് എന്ന് പറയണത്. യതീം എന്ന് പറയണത് പിതാവ് മരണപ്പെട്ടു പോയ പ്രായപൂർത്തിയാകാത്ത മക്കൾ, അവർക്കാണ് യതീമുകൾ എന്ന് പറയണത്. യതീമുകളുടെ സമ്പത്തിൽ എന്ത് ചെയ്യുക, കൃത്രിമത്വം കാണിക്കുക, അത് കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക. വഅകുലു റിബ, മറ്റൊരു ഗുരുതരമായ കാര്യമാണെന്ത്, റിബ ഭക്ഷിക്കുക, പലിശയുമായി ബന്ധപ്പെടുക. അതൊരു സാമൂഹികമായ ഒരു തിന്മ തന്നെയാണ്. സമൂഹത്തെ ഒന്നടങ്കം ബാധിക്കുന്ന, അള്ളാഹുവിന്റെ ശിക്ഷ വന്നിറങ്ങാൻ പാകത്തിനുള്ള, വലിയ സമൂഹത്തെ ഒന്നടങ്കം നശിപ്പിക്കാൻ പാകത്തിനുള്ള ഒരു തിന്മയാണെന്ത്, റിബ ഭക്ഷിക്കുക എന്നുള്ളത്. അതേപോലെ വത്തവല്ലി യൗമ സഹഫ്, ശത്രുക്കളുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ യുദ്ധമുഖത്ത് നിന്ന് എന്ത് ചെയ്യുക, പിന്നോട്ട് പിന്തിരിഞ്ഞോടുക. ഇതും വൻപാപങ്ങളിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിരിക്കുന്നത്. യുദ്ധത്തിന്റെ മുഖത്ത് നിന്ന് എന്ത് ചെയ്യുക, യുദ്ധം തുടങ്ങിയാൽ പിന്നോട്ട് പിൻവാങ്ങുക എന്നുള്ളത് പാടില്ലാത്തതാണ്. വഖദ്ഫുൽ മുഹ്സനാത്തി അൽ ഗാഫിലാത്തിൽ മുഅ്മിനാത്ത്, അതേപോലെ തന്നെയാണ് മുഹ്സനാത്തുകളായ, അള്ളാഹുവിനെ ദിക്ർ ചെയ്ത് ജീവിക്കുന്ന, പാപങ്ങളെക്കുറിച്ച് അശ്രദ്ധരായിട്ട് ജീവിക്കുന്ന മുഅ്മിനാത്തുകളായ സ്ത്രീകളെ കുറിച്ച് അപവാദങ്ങൾ പറയുക. അതും ഗുരുതരമായ പാപമാണ്. സ്ത്രീകളെ കുറിച്ച് മാത്രമല്ല, മുഅ്മിനീങ്ങളെ കുറിച്ച്, ആരെക്കുറിച്ചാണെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല, അപവാദങ്ങൾ പറയാൻ പാടില്ല. ഇതും പലപ്പോഴും ആളുകൾ നിസ്സാരമായിട്ട് കാണുന്ന വലിയ ഗുരുതരമായ പാപമാണ്. എത്രത്തോളം എന്നാൽ ഇസ്ലാം ഒരാൾ എന്ത് ചെയ്യുന്നു, വ്യഭിചരിക്കുന്നത് കാണുന്നു. ഒരു ആണും ഒരു പെണ്ണും എന്ത് ചെയ്യുന്നു, വ്യഭിചരിക്കുന്നത് കാണുന്നു. വ്യഭിചരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നഗ്നരായിട്ട് അവർ കിടന്ന് പുരുഷന്റെ ലൈംഗികാവയവം സ്ത്രീയുടെ അവയവത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇതാണ് നേരിട്ട് കാണുക എന്ന് പറഞ്ഞാൽ. ഇതിനാണെന്ന് പറയുന്നത് സിന എന്ന് പറയുന്നത് അതാണ്. ഇതൊരാൾ കണ്ടു, ഇത് കണ്ടാൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല, വേറൊരാളത് പറയാൻ പാടില്ല. അവൻ വ്യഭിചരിച്ചു എന്ന് വേറെ ആൾ, അല്ലെങ്കിൽ അവനെ എടാ വ്യഭിചാരി എന്ന് വിളിക്കാൻ പാടില്ല. നമ്മൾ കണ്ടു, എന്റെ കണ്ടുകൊണ്ട് ഞാൻ കണ്ടതാണ്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റൂല, വിളിക്കാൻ പറ്റൂല. വിളിക്കണമെങ്കിൽ കുറെ അധികം നിയമങ്ങളുണ്ട് അവിടെ. അപ്പൊ പിന്നെ ഒരു സ്ത്രീയും പുരുഷനും ഇങ്ങനെ നടന്നു പോവാണ്, അവരെ കുറിച്ച് വ്യഭിചാരികൾ എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ്? അതിലേക്ക് എന്തെങ്കിലും സംശയത്തിന്റെ പേര് പറഞ്ഞിട്ട് ഈ വ്യഭിചാരം ആരോപിക്കുന്ന വളരെ ഗുരുതരമായ സാമൂഹ്യ പ്രശ്നം കൂടിയിട്ടാണത്. അതിന്റെ ഗുരുതരമായ പാപത്തെക്കുറിച്ച് പലപ്പോഴും എന്തല്ല, ആളുകൾ ബോധവാന്മാരല്ല. ഈ നേരിട്ട് കണ്ടിരിക്കുന്ന വ്യക്തി എന്ത് ചെയ്തു, ഇത് മറ്റുള്ളവരോട് പറഞ്ഞാൽ, അവൻ വ്യഭിചാരി എന്ന് വിളിച്ചാൽ എന്തായി, 4 സാക്ഷികൾ കൊണ്ടുവന്നുള്ളവൻ. ഇതേ പൊസിഷനിൽ തന്നെ കണ്ട, അവർ നഗ്നരായിട്ട് കിടക്കുന്നത് കണ്ടാൽ പോരാ, ഇതേ രീതിയിൽ എഴുതണം. കണ്ട 4 സാക്ഷികൾ അവനെ കൊണ്ടുവരണം. കൊണ്ടില്ലെങ്കിൽ അടി കിട്ടണത് ആർക്കേറ്റായിരിക്കും, ഇത് ആരോപിച്ച ആളൊക്കെ. എത്ര ഗുരുതരമായ കേസാണ്. അപ്പൊ ഇതുപോലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക, ഇത് ഗുരുതരമായ മൂബിക്കാത്തുകളിൽ പെട്ടിരിക്കുന്ന കാര്യമാണ്. വഫി സ്വഹീഹൈനി അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു സുഇൽ, ഇമാം ബുഖാരിയും മുസ്ലിം ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, അയ്യു ദംബി അക്ബറു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഗുരുതരമായ പാപം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക, നീ അള്ളാഹുവിന് ഒരു സമനം നിശ്ചയിക്കലാണ്, പകരക്കാരനെ വെക്കലാണ്. ഏതവസ്ഥയിൽ അവനാകട്ടെ, അവനാകുന്നു നിന്റെ സൃഷ്ടാവ്. പാപങ്ങളിൽ ഏറ്റവും ഗുരുതരമായ പാപം പറഞ്ഞു. ഷിർക്കിൽ തന്നെ ഏറ്റവും ഗുരുതരമായ ഷിർക്കുമാണെന്ത്, അള്ളാഹുവിന് സമനായിട്ട് ഒരാൾ സങ്കല്പിക്കുക എന്നുള്ളത്. വീണ്ടും ചോദിക്കപ്പെട്ടു, സുമ്മ അയ്യുൻ, പിന്നെ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഖതുല വലദക മഖാഫത അൻ യതഅമ മഅക, രണ്ടാമത്തെ ഗുരുതരമായ പാപം കൊലപാതകം ചെയ്യലാണ്. കൊലപാതകത്തിൽ തന്നെ ഏറ്റവും ഗുരുതരമായതാണെന്ത്, സ്വന്തം സന്താനത്തെ കൊന്നുകളയുക എന്നുള്ളത്. അവൻ നിന്റെ കൂടെ ഇരുന്ന് ഭക്ഷിക്കുമെന്ന് പേടിച്ചിട്ട്, ദാരിദ്ര്യം ഉണ്ടാകുമെന്ന് പേടിച്ചിട്ട്, അവന് പോറ്റാനുള്ള ചെലവ് എന്റെ കയ്യിലില്ല എന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്യുക, മക്കളെ കൊന്നുകളയുക. ഇതും ഗുരുതരമായ പാപമാണ്.
അതിനോട് ചേർന്ന് നിൽക്കുന്ന തന്നെയാണെന്ത് നിഷിദ്ധമായിരിക്കുന്ന കാര്യമാണ് ഭ്രൂണഹത്യ ചെയ്യുക. 4 മാസം ഗർഭത്തിലായ ഒരു കുട്ടി എന്തായി? ഒരു മനുഷ്യജീവനായി മാറി. റൂഹോദപ്പെട്ടതാണ്. അതൊരു മനുഷ്യനായി മാറിയതാണ്. അതിന്റെ ജയത്തെക്കുറിച്ചും പരാജയത്തെക്കുറിച്ചുമെല്ലാം അള്ളാഹു തീരുമാനിച്ചതാണ്, രേഖപ്പെടുത്തി വെച്ച ഒരു മനുഷ്യനാണത്. അപ്പോ ആളുകളെ കൊല ചെയ്യുക, കൊലയിൽ ഏറ്റവും ഗുരുതരമായതാണെന്ത്? സ്വന്തം മക്കളെ കൊല്ലുക. അത് തന്നെ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു. വീണ്ടും ചോദിച്ചു, സുമ്മയ്യും, പിന്നെ ഏതാണ്? ഖാല അൻ തസ്നിയ ബിഹലീലത്തി ജാരിക്, വ്യഭിചാരം ചെയ്യലാണ്. വ്യഭിചാരത്തിൽ ഏറ്റവും ഗുരുതരമായതാണെന്ത്? നിന്റെ അയൽവാസിയുടെ ഒരു ഭാര്യയെ അല്ലെങ്കിൽ അവരുടെ പെങ്ങളെ, അയൽപക്കത്തുള്ള ഒരു സ്ത്രീ എന്ത് ചെയ്യുക? വ്യഭിചരിക്കുക. അയൽവാസിയുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടവനാണ് ആര്? അടുത്തുള്ള അയൽവാസി. അവരുടെ സമ്പത്ത് സംരക്ഷിക്കുക, അവരുടെ അഭിമാനത്തെ സംരക്ഷിക്കുക, അവരുടെ വീട് സംരക്ഷിക്കുക. ഇതെല്ലാം ആരുടെ ഉത്തരവാദിത്തമാണ്? തൊട്ട അയൽപക്കത്തുള്ള ആളുടെ ഉത്തരവാദിത്തമാണ്. അവനിൽ വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അവൻ എന്ത് ചെയ്യും? വഞ്ചന കാണിക്കുക. അതും ഗുരുതരമായ വ്യഭിചാരത്തിൽ വെച്ച് ഏറ്റവും ഗുരുതരമായ വ്യഭിചാരമാണെന്ത്? അയൽപക്കത്തുള്ള സ്ത്രീകളുമായിട്ട് വ്യഭിചാരം നടത്തുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഅൻസലല്ലാഹു തആല തസ്ദീഖഹ, ഈ പറഞ്ഞത് 3 ഏറ്റവും ഗുരുതരമായ പാപങ്ങൾ എന്നുള്ളതിന് പരിശുദ്ധ ഖുർആനിൽ തെളിവുണ്ട്. അള്ളാഹു പറഞ്ഞത് കാണാം. വല്ലദീന, സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹുവിന്റെ നല്ല അടിമകളെ കുറിച്ച് എണ്ണി പറഞ്ഞെടുത്ത് കാണാം. വല്ലദീന ലാ യദ്ഉന മഅല്ലാഹി ഇലാഹൻ ആഖർ, അവർ അള്ളാഹുവിന് പുറമെ വേറൊരു ആരാധ്യനെ ദുആ ചെയ്യാത്ത ആൾക്കാരാണ്. അങ്ങനെ ചെയ്ത എന്തായി? അത് ശിർക്കായി ഏറ്റവും ഗുരുതരമായതാണ്. വലാ യഖ്തുലൂന അൻ-നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അതേപോലെ തന്നെ അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്ന ഒരു ജീവനെ കൊല്ലാത്ത ആൾക്കാരുമാണ് നല്ല ആൾക്കാര്. മനസ്സിലെ? ഹക്ക് കൂടാതെ. അവ കൊന്നു കഴിഞ്ഞാൽ എന്തായി? ഗുരുതരമായ പാപമാണ്, 2ാമത്തെ പാപമായി. വലാ യസ്നൂൻ, അവർ വ്യഭിചരിക്കുകയുമില്ല. അപ്പോൾ വ്യഭിചരിച്ചാൽ അതും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന വലിയ പാപമാണ് എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതിനുശേഷം ഇമാം അവറുകൾ പറയുകയാണ്, വഖ്തലഫന്നാസു ഫിൽ കബായിർ. കബായിർ, ഇപ്പൊ ഇവിടെ ചില കബായിറുകൾ എന്ത് ചെയ്തു? എണ്ണി പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഹദീസുകളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. 7 എണ്ണം പറഞ്ഞു, ചില 3 എണ്ണം പറഞ്ഞു. ഇങ്ങനെ കബായിറുകൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കബായിറുകൾ എത്രയാണ് എന്നുള്ളതിൽ ഉലമാക്കൾക്ക് എന്തുണ്ട്? ഖിലാഫുണ്ട്. ഹൽ ലഹ അദദുൻ യഹ്സുറുഹ, അതിൽ ക്ലിപ്തമായൊരു എണ്ണമുണ്ടോ എന്നുള്ളതിൽ അലാ ഖൗലൈൻ, 2 അഭിപ്രായമാണ്. സുമ്മല്ലദീന ഖാലൂ ബിഹസ്രിഹാ ഇഖ്തലഫു ഫി അദദിഹാ, ക്ലിപ്തമായ എണ്ണമുണ്ട് എന്ന് പറഞ്ഞ ഉലമാക്കൾ തന്നെ എന്താണ്? അതിൽ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. എത്ര എണ്ണമാണ് വലിയ പാപങ്ങൾ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, ഹി 40, അത് എത്രയാണ്? 4 എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വഖാല അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഹിയ 7, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു അത് എത്രയാണ്? 7 എണ്ണമാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു, ഹിയ 9, അത് എത്രയാണ്? 9 ആണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വഖാല ഗൈറുഹു, വേറെ ചിലർ പറയുന്നു ഹിയ 11, 11 ആണ്. വഖാല ആഖറു ഹിയ 70, വേറെ ചിലർ പറയുന്നു അത് എത്രയാണ്? 70 ആണ്. വഖാല അബൂ ത്വാലിബിനിൽ മക്കി, പ്രമുഖനായ മുഫസ്സിറാണ്, സലഫുകളിൽപ്പെട്ടയാളാണ്. അദ്ദേഹം പറഞ്ഞു, ജമഅതുഹാ മിൻ അഖ്വാലി സ്വഹാബ, ഞാൻ സ്വഹാബികളുടെ കൗലിൽ നിന്ന് അതിനെ ഒരുമിച്ച് കൂട്ടി. ഫവജത്തുഹാ, അപ്പോൾ ഞാൻ അതിനെ കണ്ടു. 4 ഫിൽ ഖൽബ്, ഹൃദയം കൊണ്ട് ചെയ്യുന്ന വൻപാപങ്ങൾ എത്രയാണ്? 4 എണ്ണമാണ്. വഹിയ ശിർക്കു ബില്ലാഹ്, 1 ശിർക്ക്. വൽ ഇസ്റാറു അലൽ മഅസിയ, ഒരു പാപം ചെയ്തു എന്നിട്ട് പാപത്തിൽ ഉറച്ചു നിൽക്കുക, തൗബ ചെയ്യുന്നില്ല, ഖേദിക്കുന്നില്ല, പശ്ചാത്തപിക്കുന്നില്ല. അതെന്താണ്? ഹൃദയം കൊണ്ട് ചെയ്യുന്ന പശ്ചാത്താപമില്ലാത്ത ഹൃദയം, അത് വൻപാപമാണ്. വൽ ഖുനൂതു മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശനാവുക, അത് വൻപാപമാണ്. കുഫാറുകളാണ് അങ്ങനെ ചെയ്യുന്നത്, വൻപാപത്തിൽപ്പെട്ടതാണ്. വൽ അംനു മിൻ മക്രില്ലാ, അള്ളാഹുവിന്റെ തന്ത്രത്തെ സംബന്ധിച്ച് നിർഭയനാവുക, പേടിയില്ലാതിരിക്കുക, ഇതും എന്താണ്? ഹൃദയം കൊണ്ട് ചെയ്യുന്ന വൻപാപത്തിൽപ്പെട്ടതാണ്. ഇവിടെ അബൂ ത്വാലിബിൽ മക്കി റഹ്മഹുല്ല എണ്ണിയ 4 ഹൃദയത്തിന്റെ പാപങ്ങളാണ്. ഇതൊന്നുമല്ല, ഇതിലും എന്തുണ്ട്? ധാരാളം വലിയ പാപങ്ങൾ ഹൃദയം കൊണ്ട് ചെയ്യുന്നതുണ്ട്. ഇമാം അവറുകൾ ക്രോഡീകരിച്ചത് പറയുന്നു എന്ന് മാത്രം. വാക്യങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടിയതായി പറയുന്നത് ഹൃദയം കൊണ്ട് ചെയ്യുന്ന 4 പാപങ്ങൾ പറഞ്ഞു. വഅർബഅത്തും ഫിൽ ലിസാൻ, അതിനുശേഷം പറഞ്ഞു നാവ് കൊണ്ട് ചെയ്യുന്ന 4 എണ്ണമുണ്ട്. വഹിയ ഷഹാദത്തു സൂർ, കള്ളസാക്ഷ്യം പറയുക. വഖദ്ഫുൽ മുഹ്സനാത്ത്,
മുഹ്സനാത്തുകളായ സ്ത്രീകളെ കുറിച്ച് അപവാദം പറയുക. വൽ യമീനുൽ ഗമൂസ്, കള്ള സത്യം പറയുക, സത്യം ചെയ്യുക, കള്ളമായിട്ട് സത്യം ചെയ്ത് പറയുക. വസ്സിഹർ, അതേപോലെ തന്നെ സിഹർ ചെയ്യുക. ഇങ്ങനെ 4 എണ്ണം. ഇതിനും അപ്പുറത്തുനിന്നുണ്ട് നാവ് കൊണ്ട് ചെയ്യുന്ന വൻപാപങ്ങളുണ്ട്. കളവ് പറയുക, അതേപോലെ തന്നെ നമീമത്ത് പ്രചരിപ്പിക്കുക, ഗീബത്ത് പറയുക, ഇതെല്ലാം വൻപാപത്തിൽപ്പെട്ടതാണ്. ഇവിടെ ഇമാം അവர்கள் എണ്ണിയത് 4 എണ്ണം. വസലാസും ഫിൽ ബത്ൻ, വയറുകൊണ്ട് ചെയ്യുന്ന 3 എണ്ണം. ഷുർബുൽ ഖംർ, മദ്യപിക്കൽ. വഅക്ലു മാലിൽ യതീം, അതേപോലെ തന്നെ അനാഥന്റെ ഭക്ഷണം, സമ്പത്ത് ഭക്ഷിക്കുക. വഅക്ലു റിബ, പലിശ ഭക്ഷിക്കുക. വസ്നതാനി ഫിൽ ഫർജ്, ഗുഹ്യാവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന 2 എണ്ണം. വഹുമ അസ്സിനാ വൽ ലിവാത്ത്, ഒന്ന് വ്യഭിചാരമാണ്, ആണും പെണ്ണും തമ്മിലുള്ള വ്യഭിചാരം. മറ്റൊന്ന് വൽ ലിവാത്ത്, പുരുഷന്മാരെ ഭോഗിക്കുക. ഇതും എന്താണ്? വൻപാപങ്ങളിൽ പെട്ടതാണ്. വസ്നതാനി ഫിൽ യദൈൻ, കൈകൊണ്ട് ചെയ്യുന്ന 2 പാപങ്ങൾ. വഹുമ അൽ ഖത്ലു വസ്സരിക, കൊലപാതകവും അതേപോലെ തന്നെ മോഷണവും. വവാഹിദത്തുൻ ഫിൽ റിജ്ലൈൻ, കാലുകൾ കൊണ്ട് ചെയ്യുന്ന 1. വഹിയ അൽ ഫിറാറു മിന അസ്സഹഫ്, യുദ്ധമുഖത്ത് നിന്ന് പിന്തിരിഞ്ഞോടുക. വവാഹിദുൻ യതഅല്ലഖു ബിജമീഇൽ ജസദ്, ശരീരം മുഴുവനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന 1. വഹുവ ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുക. ഇങ്ങനെ ഇമാം അബൂ ത്വാലിബുൽ മക്കി റഹിമഹുല്ല എണ്ണിയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകം എണ്ണമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഉലമാക്കളുടെ ചില വാക്യങ്ങളാണ്. എന്നാൽ ശരിയായ അഭിപ്രായം എന്തല്ല, ഇങ്ങനെ എണ്ണത്തിൽ പരിമിതമല്ല. ചില വിശേഷണങ്ങൾ പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം എന്താണ്? വലിയ പാപങ്ങളായിരിക്കും. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമുക്ക് വിശദീകരിക്കാം. ഏതൊക്കെയാണ് വൻപാപങ്ങളായി തീരുക. അതേപോലെ തന്നെ ചില ആളുകൾ പറയുന്നുണ്ട് വൻപാപവും ചെറുപാപവും എന്ന് പറയുന്ന പാപങ്ങളെ ഇല്ല എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. അവരുടെ വാദത്തെക്കുറിച്ചും അതിനുള്ള മറുപടിയെക്കുറിച്ചും ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധം മനസ്സിലാക്കാൻ, അതനുസരിച്ച് അമൽ ചെയ്യാൻ, മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിൽ ജീവിക്കാൻ നല്ല തൗഫീക്ക് നൽകട്ടെ. ചെറുതും വലുതുമായ പാപങ്ങളിൽ നിന്ന് വെടിഞ്ഞ് അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് നല്ല തൗഫീക്ക് നൽകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.